നമസ്കാരം, ഞാൻ കാവാലം ശശികുമാർ. ഈ മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവാൻ, അദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പി എം ഒയുടെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു. UPA എന്ന് പറയുന്ന സംവിധാനത്തിനെ നിയന്ത്രിച്ചു കൊണ്ടുപോയിരുന്ന നേതാക്കന്മാരിലെ പ്രമുഖനായിരുന്നു. സമർത്ഥനാണ്. അദ്ദേഹം മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആയിട്ടാണ് പിൽക്കാലത്ത് മഹാരാഷ്ട്രയിലേക്ക് മാറുന്നത്, ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് മാറുന്നത്. അതിനുശേഷം കോൺഗ്രസിന് ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലും എങ്ങും വലിയ തോതിലുള്ള രാഷ്ട്രീയ സ്വാധീനമില്ലാഞ്ഞതിനാൽ അദ്ദേഹം ഇപ്പം പാർട്ടിയുടെ ഒരു ബുദ്ധി ഉപദേശകനായിട്ടോ അല്ലെങ്കിൽ തന്ത്രം മെനയുന്ന ആളായിട്ടോ ഒക്കെ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. എങ്കിലും ഇന്ന് അദ്ദേഹം മഹാരാഷ്ട്രയിൽ നടത്തിയ ഒരു വെളിപ്പെടുത്തലുണ്ട്. അദ്ദേഹം പല വെളിപ്പെടുത്തലും നടത്തുന്നത് ഒരു വെളിപ്പെടുത്തൽ, അത് കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം, ഈ പൃഥ്വിരാജ് ചവാൻ മണ്ടനാണോ അതോ ഗോപിനാഥ് മുണ്ടെ എന്ന് പറഞ്ഞ ആൾ മണ്ടനായിരുന്നു സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണോ എന്ന് തോന്നിപ്പോകും. കാര്യം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ നിലപാടിലെ രാഷ്ട്രീയ കാഴ്ചപ്പാടിലെയും നിലപാടിലെയും അഭിപ്രായത്തിലെയും ഒക്കെ അറിഞ്ഞ അടിസ്ഥാനത്തില കേട്ടോ, അല്ലാതെ ബുദ്ധിപരമായി മണ്ടനാണോ എന്നുള്ളതല്ല ചോദ്യം. രാഷ്ട്രീയമായി മണ്ടനാണോ എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് 2013 ഒക്ടോബർ മാസത്തിൽ, അതായത് 2014 തുടക്കമൊക്കെ ആകാൻ പോകുന്നു. ആ സമയം ആയപ്പോഴേക്കും ഈ ഗോപിനാഥ് മുണ്ടെ എന്ന് പറയുന്ന BJPയുടെ നേതാവ് കോൺഗ്രസിലേക്ക് ചേരുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സോണിയാഗാന്ധിയെ കണ്ട് ഈ കാര്യം സംസാരിച്ചു. സോണിയാഗാന്ധിക്ക് താല്പര്യമായിരുന്നു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് സംസാരിച്ചു. മൻമോഹൻ സിംഗിനും താല്പര്യമായിരുന്നു. പക്ഷേ BJPയിൽ നിന്ന് രാജിവെക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രത്തിൽ മന്ത്രിയായി അദ്ദേഹത്തെ എടുക്കണം, അങ്ങനെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ താൻ രാജിവെക്കാം എന്ന് ഒരു കണ്ടീഷൻ വെച്ചതിനാൽ ആ തീരുമാനം, ആസൂത്രണം നടന്നില്ല. അങ്ങനെ ഗോപിനാഥ് മുണ്ടെ BJPയിൽ തന്നെ തുടർന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അവകാശവാദം. ഈ അശോക് ചവാൻ എന്ന് പറഞ്ഞൊരു നേതാവുണ്ടായിരുന്നു. അദ്ദേഹം 2010 കേന്ദ്രത്തിൽ നിന്ന് വലിയ സഹായങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും മഹാരാഷ്ട്രയിൽ നടത്തിയ വൻ അഴിമതി, മുഖ്യമന്ത്രിയായിരിക്കെ വൻ അഴിമതി, ആദർശ് ഹൗസിംഗ് കോളനി, ആ കോളനിയുടെ പേരിലുണ്ടായിരുന്നൊരു വലിയ അഴിമതി പുറത്തു വന്നു. അദ്ദേഹം അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഈ പൃഥ്വിരാജ് ചവാൻ മഹാരാഷ്ട്രയിലേക്ക് പോയത്. അങ്ങനെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ തന്നെ ഒരു അവസ്ഥ വളരെ മോശമായിരിക്കുന്ന കാലം, ആ സമയത്താണ് ഈ പറഞ്ഞ ഒരു കാര്യം നടന്നു എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒന്ന്. രണ്ടാമത്തേത്, ആരായിരുന്നു ഈ ഗോപിനാഥ് മുണ്ടെ എന്ന് മനസ്സിലാക്കണം. ഗോപിനാഥ് മുണ്ടെ RSSൻ്റെ പ്രചാരക്കായിരുന്നു. ABVPയുടെ പൂർണ്ണസമയ പ്രവർത്തകനായി ഏറെക്കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ, മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിൽ വളരെ ശക്തനായൊരു നേതാവായി. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ലോക് നേത എന്നാണ്. ലോക് നേത, ഹിന്ദിയിൽ ലോകം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നേതാവ്, ജനപ്രിയ നേതാവായിരുന്ന ആളാണ്. അത്രമാത്രം സ്വാധീനം ഉണ്ടായിരുന്ന ആളാണ്. മാത്രമല്ല മഹാരാഷ്ട്രയിൽ അദ്ദേഹം ഒരു OBC വിഭാഗത്തിൽ, പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് ആ തരത്തിലും വലിയ പ്രത്യേകതയും ശ്രദ്ധേയതയും ഒക്കെ ഉണ്ടായിരുന്നു. അത് വേറൊരു ഭാഗം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറൊരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനായിരിക്കണം ഈ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം ഇങ്ങനൊരു ഫേവർ, BJPയിൽ നിന്ന് തന്നെ കോൺഗ്രസിലേക്ക് എടുക്കണം എന്നൊരു ഫേവർ ചോദിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യുക്തിയും കാണുന്നില്ല. ആ കാലത്ത് ABVPയിൽ നിന്ന് വന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നേതാവായി പ്രവർത്തിക്കുന്ന കാലത്ത് ഈ ഗോപിനാഥ് മുണ്ഡയെ BJP ശിവസേന 1995 അവിടെ സർക്കാർ രൂപീകരിക്കുന്ന സമയത്ത് ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിട്ട്, ഉപമുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിന് ചുമതല കൊടുത്തു. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല ഉൾപ്പെടെ ഉപമുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന് ചുമതല കൊടുത്തിരുന്ന ഒരു പാർട്ടിയാണ് BJP. ആ BJPയിൽ നിന്നാണ് ഇദ്ദേഹം ഒഴിഞ്ഞ് കോൺഗ്രസിലേക്ക് പോകണം എന്ന് ആവശ്യപ്പെട്ടതെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം. മാത്രമല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് എന്തായിരുന്നു BJPയിലെ കുറവ്? BJPയിൽ അദ്ദേഹത്തിന് സ്ഥാനങ്ങളില്ലായ്മ ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് കിട്ടാത്ത പരിഗണനകൾ ഉണ്ടായിരുന്നില്ല. BJPയിലെ അന്നത്തെ വളരെ സ്റ്റാർ ആയിട്ട് നിന്നിരുന്ന പ്രമോദ് മഹാജൻ എന്ന നേതാവിൻ്റെ അളിയനാണ്. പ്രമോദ് മഹാജൻ്റെ സിസ്റ്റർ വിവാഹം ചെയ്തിരിക്കുന്നത് ഗോപിനാഥ് മുണ്ഡെയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ തരത്തിലുള്ള സ്വാധീനവും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്ന ഒരാൾ BJPയിൽ നിന്ന് എന്തിന് വിട്ടുപോകണമായിരുന്നു എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനൊരു പ്രസ്താവന ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമായി മാറുന്നുണ്ട്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വരും കാലത്ത് വലിയ പ്രശ്നമുണ്ടാകാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനിയും കേൾക്കണമല്ലോ. ഈ തരത്തിൽ അങ്ങനെ ഗോപിനാഥ് മുണ്ടെ ഇങ്ങനൊരു നീക്കം നടത്തിയെങ്കിൽ BJP അത് അറിയാതിരിക്കുമോ? BJP അത് മനസ്സിലാക്കാതിരിക്കുമോ? പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ, പ്രമോദ് മഹാജൻ്റെ സ്വന്തം സംസ്ഥാനമായിട്ടുള്ള മഹാരാഷ്ട്രയിൽ അവിടെ ഇങ്ങനൊരു കാര്യം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയാതിരിക്കില്ല. മാത്രമല്ല 2014 BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന സമയത്ത് നരേന്ദ്രമോദി സർക്കാരിൽ മന്ത്രിയായി ചുമതലയേറ്റ ആളുകൂടിയാണ് ആര്?
ഈ ഗോപിനാഥ് മുണ്ടെ. അദ്ദേഹം ജനുവരി 3-ന് മന്ത്രിസഭയിൽ അധികാരമേറ്റു. അദ്ദേഹം മഹാരാഷ്ട്രയിലേക്ക് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മഹാരാഷ്ട്രയിലേക്ക് പോകുന്ന വഴി പെട്ടെന്ന് ഒരു വാഹനത്തിൻ്റെ ആക്സിഡൻ്റ് ഉണ്ടായി. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി, നെഞ്ചുവേദന ഉണ്ടായി, കാർഡിയാക് അറസ്റ്റായി. അങ്ങനെ അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. അതാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. പിന്നെയോ ഈ മഹാജൻ്റെ സഹോദരി യുടെ ഭർത്താവ് എന്നുള്ള അത് പരിഗണനയെന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ നേതൃപാഠവും ഇദ്ദേഹത്തിൻ്റെ ജനസ്വാധീനവും ഒക്കെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ മകൾ ഡോക്ടർ പ്രീതം മുണ്ടെ ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് മത്സരിച്ച് ജയിച്ചു. പിന്നീട് അവരിപ്പോൾ മഹാരാഷ്ട്രയിലെ MLC ആണ്. അവർ ഒരു BJP ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവിടെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. ഈ തരത്തിലെല്ലാം പരിഗണന തുടർന്നും കിട്ടിയ ആളായിരുന്നു ഗോപിനാഥ് മുണ്ടെ. ആ ഗോപിനാഥ് മുണ്ടെ എന്തിന് കോൺഗ്രസിലേക്ക് പോയി? പിന്നെ ഇവിടെയാണ് ഇവരുടെയൊക്കെ ഒരു ബുദ്ധിശക്തിയെ നമുക്ക് സംശയിക്കേണ്ടി വരുന്നത്. ഈ പറയുന്ന ഗോപിനാഥ മുണ്ടെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, രാഷ്ട്രീയ കണക്കൂട്ടലുകൾ മുഴുവൻ തെറ്റായിരുന്നു നമ്മൾ സമ്മതിക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കണക്കൂട്ടലൊന്നും തെറ്റായിരുന്നില്ല. അദ്ദേഹം എന്തെല്ലാം പ്ലാൻ ചെയ്തോ അതെല്ലാം കൃത്യമായി നടപ്പിലാക്കിയിരുന്ന ആളാണ്. ഞാൻ പറയാൻ കാരണം, ഈ പൃഥ്വിരാജ് ചവാൻ പറയുന്ന ഈ സമയത്ത് ഈ 2013 കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. 2013 ജാനുവരിയിൽ കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് രാഹുൽ ഗാന്ധി ചുമതല ഏൽക്കുന്നു. അപ്പോൾ യങ് ബ്ലഡ് വരുന്നു, പിന്നെ വലിയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞൊരു കാലഘട്ടമാണ്. പക്ഷേ അന്നേരത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരുന്നു? കേന്ദ്രത്തിൽ തുടർച്ചയായി 2ാം വട്ടം ഭരിക്കുന്ന മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് അത് ഏതാണ്ട് വളരെയേറെ ജനങ്ങൾക്ക് ദ്രോഹമായി മാറിയിരിക്കുന്ന, ജനങ്ങൾ ഏറ്റവും കൂടുതൽ വിയർക്കുന്ന ഒരു കാലം, എങ്ങനെയെങ്കിലും ഒരു പോയാൽ മതി എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലമാണ്. കാര്യം വിലക്കയറ്റം, ഭക്ഷ്യക്ഷാമം യുദ്ധകാലത്തെ ക്ഷാമം പോലെയല്ല, ആവശ്യത്തിന് വസ്തുക്കൾ ലഭ്യമാകാതിരിക്കുക, അതിനെല്ലാം തീവലയുണ്ടായിരിക്കുക, സാമ്പത്തിക മാന്ദ്യം, എല്ലാ തരത്തിലും ജനജീവിതം വളരെ ദുസ്സഹമായിരുന്ന കാലം, ധാരാളം അഴിമതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഈ കാലഘട്ടത്തിൽ UPA ജനങ്ങൾ മടുത്തിരുന്ന കാലഘട്ടത്തിൽ UPയിലേക്ക് ഗോപിനാഥ് മുണ്ടെ ഓടിക്കയറാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല. ആകെ ആ സമയത്ത് കോൺഗ്രസിന് അനുകൂലമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നത്, കർണാടകത്തിൽ 2013 മെയ് മാസം കോൺഗ്രസ് തിരിച്ച് അധികാരത്തിൽ വന്നു. 224 സീറ്റുള്ളതിൽ അവർ 122 സീറ്റ് നേടി അധികാരത്തിൽ വന്നു. അതൊരു വലിയ ഒരു കാര്യമായിരുന്നു. അത് മെയ് മാസമാണ്. ഇവർ തമ്മിൽ കൂടി കണ്ടു എന്ന് പറയുന്നത് 2013 ഒക്ടോബറിലാണ്. അതാലോചിക്കണം. എന്ന് പറഞ്ഞാൽ പിന്നെയും മാസങ്ങൾ കഴിഞ്ഞ് സർക്കാർ കൂടുതൽ മോശമായിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ്. പക്ഷേ ആ സമയത്തെ അവസ്ഥയോ, ഡൽഹിയിൽ കോൺഗ്രസ് തോറ്റു തുന്നമ്പാടി. ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയോട് തോറ്റു തുന്നമ്പാടി. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഇവിടങ്ങളിലൊക്കെ BJPയോട് തോറ്റ് കോൺഗ്രസ് തുന്നമ്പാടി. ജനറൽ ഇലക്ഷൻ വരാൻ പോവുകയാണ് 2014. ആ ഘട്ടത്തിൽ നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ BJP വലിയൊരു പ്രചണ്ഡമായ പ്രചാരണമൊക്കെ നടത്തി അധികാരം പിടിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടത്തിൽ, ആ സമയത്ത് ഈ മനുഷ്യൻ BJP വിട്ട് കോൺഗ്രസിലേക്ക് ചെല്ലാനായിട്ട് തയ്യാറായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ മനസ്സിലാക്കേണ്ടത് ഗോപിനാഥ് മുണ്ഡയെ മനസ്സിലാക്കുവാനായിട്ട് ആർക്ക് കഴിഞ്ഞില്ല? ഈ പൃഥ്വിരാജ് ചവാന് കഴിഞ്ഞില്ല, സോണിയാഗാന്ധിക്ക് കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ രണ്ടാമത് എന്തായിരുന്നു BJPയുടെ തന്ത്രം എന്നുള്ള കാര്യം മനസ്സിലാക്കുവാൻ വേണ്ടി കോൺഗ്രസിന് കഴിഞ്ഞില്ല. രണ്ടായാലും ഇവിടെ ഇപ്പം അപഹാസ്യനായിക്കൊണ്ടിരിക്കുന്നത് ഈ കോൺഗ്രസിൻ്റെ നേതാവാണ്. ഒരാവശ്യമില്ല, കുറേ കാലമായിട്ട് കേൾക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, വളരെ സ്ട്രാറ്റജിക്കലായിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നതിന് പകരം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇങ്ങനെയൊരു ഇമേജാണ്. എന്തിനു വേണ്ടി ഇപ്പോൾ ഇങ്ങനൊരു പ്രചാരണം, ഇങ്ങനെയൊരു വാർത്ത പുറത്ത് കൊണ്ടുവന്നു, ഒരു പ്രഖ്യാപനം നടത്തി, ഒരു പ്രസ്താവന നടത്തി എന്നുള്ളത് അറിയില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. കോൺഗ്രസ് അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചുകൊണ്ട് വരും. പക്ഷേ അത് സ്വയം കോടാലി എടുത്ത് കാലിലിടുന്ന പോലെ ആയി തീരുന്നതാണ് പതിവ്. ഇതും അങ്ങനെ ആയി തീരുമെന്ന് നമുക്ക് ആശങ്കപ്പെടാം. പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ, ആശങ്കപ്പെടാം. കാത്തിരിക്കാം. വീണ്ടും കാണാം. നമസ്കാരം.